ബ്രിഞ്ചോൾ വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം. നല്ല വലിയ ബ്രിഞ്ചോൾ എടുക്കണം. ചെറിയതെടുത്താൽ അതിൻ്റെ കുരുവെല്ലാം മൂത്ത് പോയതായിരിക്കും. അപ്പോൾ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് കാണുകയില്ല. അതിന് ഞാൻ 2 കണ്ടോ ചെറിയ സവോളയാണ്. ഇത് നല്ലപോലെ ചോപ്പ് ചെയ്ത് തീരെ പൊടിയായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ തക്കാളി വേണം, അതും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 സ്പൂണ് മുളക് പൊടി വേണം, 1 സ്പൂണ് മല്ലിപ്പൊടി വേണം, ചെറിയ സ്പൂണ് മഞ്ഞൾ പൊടി. പിന്നെ നമുക്കൊരു 4-5 ഏലക്കായും 2 കഷ്ണം കറുവാപ്പട്ട, ഒരു 3-4-5 ഗ്രാമ്പൂ. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് മൂപ്പിക്കാനാണ്. മല്ലിയില നല്ലതുപോലെ വേണം. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രിഞ്ചോൾ ഇതൊന്ന് ഇച്ചിരി എണ്ണ തൂത്തിട്ട് നമ്മൾ ഗ്യാസിലൊന്ന് ആദ്യം ചുട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബ്രിഞ്ചോളൊന്ന് ചുട്ടെടുക്കാം. ബ്രിഞ്ചോളൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ ചുടുമ്പോൾ ഇതിങ്ങനെ പൊട്ടും. അതുകൊണ്ട് പിന്നെ നല്ലതുപോലെ ഇതിൻ്റെ പുറത്തൊന്ന് എണ്ണ തൂത്തേച്ച്, അപ്പോൾ നമുക്ക് ഈ എണ്ണ തൂത്താൽ തൊലി പൊളിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമുണ്ട്. അതിനു വേണ്ടിയാണ്. നമുക്കൊരു ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ഗ്യാസിൽ എല്ലാ സൈഡും ഒന്ന് മറിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. എല്ലാ സൈഡും ഒന്ന് തിരിച്ച് വെച്ച് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. ഇത് ചുട്ട് വരുമ്പോഴത്തേനും തൊലി നല്ല പൊളിഞ്ഞ് വരും. അകത്ത് നമ്മുടെ ബ്രിഞ്ചോൾ നല്ല പാകമായിട്ടിരിക്കും. നമുക്ക് എല്ലാ സൈഡും ഒന്ന് ചരിച്ച് ഇത് മാറ്റി വെച്ച് കൊടുക്കണം. എല്ലാ സൈഡും നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞിട്ട് നല്ല തൊലി കറുത്ത് വരും. അപ്പോഴത്തേനും നമ്മുടെ ബ്രിഞ്ചോൾ റെഡി ആവുള്ളൂ. നമ്മുടെ വഴുതനങ്ങ ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ലതുപോലെ ഇത് കണ്ടോ നമുക്ക് കാണാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. ഇതുപോലെ മറ്റൊരു വഴുതനങ്ങയും ഞാൻ ഒന്ന് ചുട്ടെടുക്കാം. ഈ വഴുതനങ്ങ 2ഉം ചുട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. ഇതൊന്ന് തണുക്കുന്ന നേരത്തിന് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഏലക്കായും കറുവാപ്പട്ടയൊക്കെ നമുക്ക് ചേർക്കാം. അതൊന്ന് മൂക്കുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തിട്ട് വേണം നമുക്ക് ഉള്ളി ചേർക്കാൻ. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്നിട്ട് വേണം ബാക്കി മസാല ചേർക്കാൻ. നല്ലപോലെ ഒന്ന് വഴന്ന് വരെ ഇളക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മസാല ചേർക്കാം. ഞാൻ 1 സ്പൂണ് മുളക് പൊടി ചേർക്കുവാണ്. നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. 1/4 സ്പൂണ് മഞ്ഞൾ പൊടിയും ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കാം. നമ്മൾ നല്ലതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കണം. ഈ തക്കാളി ചേർക്കാം ഇതിൻ്റെ കൂടെ. ഈ സമയത്ത് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഈ തക്കാളി ഒന്ന് വെന്ത് നമുക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടി. കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം. മല്ലിയിലയും കൂടെയും ചേർക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞ് വേണം നമുക്ക് നമ്മുടെ വഴുതനങ്ങ പൊളിച്ച് നല്ലപോലെ ഒന്ന് ചെറിയ പീസാക്കി ഇതിനകത്ത് ചേർക്കാൻ. നമ്മുടെ മസാല മൂക്കുന്ന നേരത്തിന് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് തൊലിയൊക്കെ നല്ലതുപോലെ പൊളിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ എണ്ണ തൂത്ത് ചുട്ടത് കൊണ്ട് നമ്മുടെ തൊലിയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ പൊളിഞ്ഞ് എളുപ്പം ഇങ്ങനെ കിട്ടും. നമുക്കിത് രണ്ടും ഇങ്ങനെ തൊലി മുഴുവനും പൊളിച്ച് റെഡിയാക്കി എടുക്കാം. നമുക്ക് ബ്രിഞ്ചോൾ നല്ലതുപോലെ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്യണം. ഒത്തിരി ചെറുതാക്കണ്ട, ഒരു ചെറിയ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നില്ല. ഇതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബ്രിഞ്ചോളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇനി നമ്മൾ ഗ്രേവിക്കകത്തിട്ട് നമ്മൾ മസാല പിടിച്ച് കഴിയുമ്പം എടുത്താൽ മതി. ഇനി വേവാനൊന്നുമില്ല, നല്ലതുപോലെ വെന്ത് റെഡിയായി ഇരിക്കുന്നതാണിത്. നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിന് മസാലയ്ക്കകത്ത് ചേർക്കാം. ഇപ്പോൾ സമയത്ത് ഗ്രേവിയൊക്കെ നല്ല റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്.
നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോൾ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഗ്രേവിയൊക്കെ മിക്സായി ഒന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം. നമ്മുടെ ബ്രിഞ്ചോൾ നല്ല റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫാക്കാം. നമ്മളൊരു കുഴഞ്ഞ കറിയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ചപ്പാത്തിക്കും നാനും ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകണ്ട, ചാറും ആവണ്ട. ഇത് കുഴഞ്ഞ പരുവത്തി. ഇപ്പം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ വഴുതനങ്ങയുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഈ ചുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും നാനും ഒക്കെ കൂട്ടാൻ വളരെ നല്ല ടേസ്റ്റിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.